അരുൺ പറയുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാനുള്ള മാനസികാവസ്ഥ ആ നിമിഷം യദുവിനുണ്ടായിരുന്നില്ല. അവനൊന്നും മിണ്ടാതെ മനസ്സ് തകർന്ന് പുറത്തേക്കിറങ്ങി. യദുവിന്റെ അപ്പോക്ക് വേദനയോടെ അവർ നോക്കി നിന്നു. അഗ്നി ആകെ വല്ലാതായി പോയി ആ നിമിഷം. അഗ്നി സംശയത്തോടെ അരുണിനെ വിളിച്ചു. അഗ്നി, ആരാധ്യയുടെ കണ്ടീഷൻ അല്പം സീരിയസ് ആണ്. അവളുടെ ശരീരത്തിൽ കുത്തിവെച്ച മരുന്ന് അത് അപകടമായ ഒരു തരം ഡ്രഗ് ആണ്. ചുരുക്കി പറഞ്ഞാൽ കോമയിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള മരുന്ന് എന്ന് തന്നെ പറയാം. മാത്രമല്ല, മരുന്നിനോട് പോലും ആ കുട്ടി പ്രതികരിക്കുന്നില്ല. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല അഗ്നി. നീ വീട്ടുകാരൊക്കെ വിവരം അറിയിച്ചോ? ഇല്ലെങ്കിൽ ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും. അരുൺ, എന്തു വന്നാലും ആരാധ്യയെ തിരിച്ചു കൊണ്ടുവരണം പ്ലീസ്. അരുണിന്റെ കരങ്ങൾ കവർന്നുകൊണ്ട് അഗ്നി അത് പറയുമ്പോൾ തെല്ലൊരു അത്ഭുതത്തോടെ അരുൺ അവനെ നോക്കി നിന്നുപോയി. എന്തിനെ ധൈര്യത്തോടെ നേരിട്ടിട്ടേ ഉള്ളൂ അവൻ. ബിസിനസ്സിലെ ചെകുത്താൻ എന്ന വിശേഷണം. അവന്റെ കണ്ണുകളിൽ ഭയമില്ല. പക്ഷെ ഇന്ന് കുടുംബത്തിന് മുന്നിൽ അവൻ തകർന്നു പോകുകയാണ്. തളർന്നിരിക്കുന്ന അഗ്നിയെ കാണെ അരുണിൽ വേദന നിറഞ്ഞു. നീ വിഷമിക്കാതിരിക്കുക അഗ്നി. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ ശ്രമിക്കും ആ കുട്ടിയെ തിരികെ കൊണ്ടുവരാൻ. അത് നിനക്കറിയാലോ. പിന്നെ ബാക്കിയുള്ളത് ദൈവത്തിന്റെ കയ്യിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ യാഥാർത്ഥ്യം ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ ഇത് കേസാക്കണ്ടേ? അരുൺ ചോദിച്ചു. നോ, ഞാൻ നോക്കിക്കോളാം. നിയമം കൊടുക്കുന്ന ശിക്ഷയല്ല ആ പന്ന മക്കൾക്ക് വേണ്ടത്. ഇവിടെ നീതിയും ന്യായവുമെല്ലാം നിർണയിക്കുന്നത് അഗ്നി ആയിരിക്കും. പിന്നെ അവർക്കുള്ള ശിക്ഷ വിധിക്കുന്നത് അവളായിരിക്കും. പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു. അരുൺ കുറെ പറഞ്ഞു നോക്കി. പക്ഷെ അഗ്നിയുടെ സ്വഭാവം അറിയാവുന്ന അരുൺ പിന്നെ നിർബന്ധിക്കാൻ നിന്നില്ല. യദു ഇറങ്ങി മുന്നോട്ട് നടന്നതും ഒരു ദൃഢമായ നെഞ്ചിലാണ് അവൻ തട്ടി നിന്നത്. നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന പൊന്നും കുരിശുമാല. മുഖമുയർത്തി നോക്കാതെ തന്നെ അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അവൻ ആരാണെന്ന്. ചാച്ചാ, ഒരു പൊട്ടിക്കരച്ചിലോടെ യദു ഡെവിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. കൊച്ചു കുഞ്ഞിനെ പോലെ തന്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന യദുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ആ നിമിഷം ഡെവിക്ക് വാക്കുകളില്ലായിരുന്നു. കരച്ചിലിന്റെ ആക്കം കൂടി ശ്വാസം കിട്ടാത്ത അവസ്ഥയായി പോയി അവൻ ആ നിമിഷം. ചില നിമിഷങ്ങളിൽ വാക്കുകളെക്കാൾ പ്രാധാന്യം ചേർത്ത് പിടിക്കലാണ്. ഡെവി ഒന്നും പറയാതെ അവന്റെ പുറത്ത് തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു. ഡെവിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ നിമിഷം. അഗ്നി ഇനി എന്ത് എന്നറിയാതെ ഒരു നിമിഷം പതറിപ്പോയി. ഒരു ഞെട്ടലോടെ അവൻ പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് മുന്നിലുള്ള കാഴ്ചയിലേക്ക് അവന്റെ കണ്ണുകൾ പോയത്. യദുവിനെ ആശ്വസിപ്പിക്കുന്ന ഡെവിയെ കാണെ അഗ്നി ഒരു നിമിഷം പകച്ചുപോയി. 7 വർഷങ്ങൾക്കിപ്പുറം ഡെവിയെ മുന്നിൽ കണ്ടതും അവൻ ആ നിമിഷം പകച്ചു നിന്നുപോയി. കാണാൻ ആഗ്രഹിക്കാത്ത മുഖങ്ങളിൽ ഒരാൾ. അഗ്നി സ്വയം ചിന്തിച്ച് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവർക്കടുത്തേക്ക് നടന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങി രക്തവർണ്ണമായി മാറി. കൈമുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയതിനാൽ പുറത്തേക്ക് തെളിഞ്ഞു കാണാം. തനി ചെകുത്താനായിരുന്നു അവൻ ആ നിമിഷം. യദുവിനെ ആശ്വസിപ്പിക്കുന്നതിനാൽ അഗ്നിയെ ഡെവി കണ്ടിരുന്നില്ല. ഭദ്ര കുളിച്ചു കഴിഞ്ഞാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. എന്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? പോകാനുള്ള തിരക്ക് കാരണം ഉടുക്കാനിരുന്ന സാരി അവൾ എടുത്തിരുന്നില്ല. ഇട്ടിരുന്ന ഡ്രസ്സാണെങ്കിൽ നനയ്ക്കാനായി വെള്ളത്തിലും ഇട്ടു. ഇനി എന്ത് ചെയ്യും അവൾക്ക് അറിയുമായിരുന്നില്ല. അച്ചുവേട്ടനോട് ചോദിച്ചാലോ? അവൾ സ്വയം ചിന്തിക്കാതിരുന്നില്ല. അച്ചുവേട്ടനോട് ചോദിച്ചാലോ? അവളത് ചിന്തിക്കാതിരുന്നില്ല. അയ്യേ വേണ്ട, അത് ശരിയാകില്ല. വസ്ത്രങ്ങളുടെ കാര്യം ഓർക്കവേ അവൾക്ക് വല്ലാത്ത ചമ്മല് തോന്നി. പിന്നെ എങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുക? താമസിച്ചാൽ ഏട്ടന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും. അവൾക്കത് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റിനും നോക്കുമ്പോൾ ഒരു ബാത്ത് ടവൽ കാണാം. എന്തായാലും ഇതേ ഉള്ള ആകെയുള്ള വഴി. റൂമിൽ അനക്കമൊന്നും കേൾക്കാത്തതിനാൽ അവൻ അവിടെ ഇല്ലെന്ന് അവൾക്ക് ഉറപ്പായി. എങ്കിലും തല പുറത്തേക്കിട്ട് റൂം മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. ഇല്ല, ആളിവിടില്ല. നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞു വലിച്ച് ഉടുത്തിരുന്ന ബാത്ത് ടവൽ എല്ലാം ഓക്കെ ആണോന്ന് ഒന്നും കൂടി ഉറപ്പുവരുത്തി. ഇല്ല, കുഴപ്പമില്ല, അവൾ സ്വയം പറഞ്ഞു. ജയ് ബാൽക്കണിയിൽ നിന്ന് ഡോക്ടർ ജെറിയെ വിളിക്കുകയായിരുന്നു. ഡേവിഡ് കസിൻ ആയതിനാൽ നേരത്തെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യം അവനില്ലായിരുന്നു. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് അങ്ങ് വിളിച്ചതായിരുന്നു. സംസാരിച്ചു കഴിഞ്ഞ് കോൾ കട്ടാക്കി അവൻ റൂമിലേക്ക് നടന്നു. ഭദ്ര ബാത്റൂം ഡോർ തുറന്ന് തല പുറത്തേക്കിട്ട് ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി. ഇല്ല, ആള് വന്നിട്ടില്ല. അവൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ ഒരു കൈ ടവലിൽ പിടിമുറുക്കിയിട്ടുണ്ട്. മറുകൈ മുട്ടിന് താഴോട്ട് പിടിച്ചിടുന്നതുമുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ വാർഡ്രോബിന്റെ അടുത്തേക്ക് നടന്നു. അതിൽ നിന്ന് ഒരു നേവി ബ്ലൂ കളർ സാരി എടുത്തു.
സാരിക്ക് ആവശ്യമായ ബാക്കി സാധനങ്ങളും എടുത്തു. അപ്പോഴാണ് കൃത്യം തന്നെ അവൻ മുറിയിലേക്ക് വന്നത്. അവൾ അവനെ പ്രതീക്ഷിക്കാതെ ഇരുന്നതിനാൽ എങ്ങോട്ടോടണം എന്നറിയാതെ പകച്ചു നിന്നുപോയി. അവന്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. അവന്റെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു. അവന്റെ ആ നോട്ടത്തിൽ അവളെ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. കണ്ണുകൾ പിടച്ചു, ചുണ്ടുകൾ വിറകൊണ്ടു. മുന്നിൽ നിൽക്കുന്ന അവളെ അവൻ കണ്ണെടുക്കാൻ മറന്നു നോക്കി നിന്നുപോയി. അത്രയും സുന്ദരിയായിരുന്നു പെണ്ണ് ആ നിമിഷം. കുളിച്ചതിന്റെ ഫലമായി അവളിൽ നിന്നുതിരുന്ന ആ ചന്ദനത്തിന്റെ മണം ആ മുറിയിൽ ആകമാനം നിറഞ്ഞു നിന്നു. കഴുത്തിൽ വെള്ളത്തുള്ളികൾ സ്ഥാനം പിടിച്ചു. മേൽച്ചുണ്ടിൽ മുത്തുപോലെ വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. പിന്നെയും ഇടതരവില്ലാതെ കണ്ണുകൾ താഴോട്ട് പതിച്ചു. മുട്ടുവരെയുള്ള ആ വെളുത്ത ടവൽ അവളുടെ ഭംഗി എടുത്തു കാണിച്ചു. കാല് ചുറ്റിപ്പിണിഞ്ഞ് കിടക്കുന്ന സ്വർണ്ണപാദസരം അവളുടെ കാൽപാദങ്ങൾക്ക് ഭംഗി കൂട്ടി. നന്നായി തുവർത്തിയെങ്കിലും മുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങിയിരുന്നു. ജോർജസ്, മൈ ബേബി ഡോൾ, അവൻ ഹസ്കി വോയിസിൽ പറഞ്ഞുകൊണ്ട് അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു. അവൻ ഇങ്ങനെ ഒരു കാഴ്ച അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അവൻ അടുത്ത് വന്നതും കയ്യിലുണ്ടായിരുന്ന സാരിയെ മുറുക്കി പിടിച്ച് അവൾ ബാത്റൂമിലേക്ക് കയറാൻ നിന്നതും അവന്റെ പിടി വീണിരുന്നു. അവളെ വലിച്ച് ഭിത്തിയോട് ചേർത്ത് അവളിലേക്ക് ചാഞ്ഞു വന്ന് അവളെ ആകമാനം ഒന്നൊഴിഞ്ഞു നോക്കി. അവൻ പിടിച്ചതിന്റെ ഫലമായി സാരി ഊർന്ന് നിലത്തേക്ക് വീണിരുന്നു. അവൾ പേടിച്ച് കണ്ണുകൾ അടച്ച് ശ്വാസം വിടാതെ നിന്നു. അവൻ അവളുടെ മുഖത്തെ ഭാവങ്ങൾ പ്രണയത്തോടെ നോക്കി നിന്നു. പിന്നെ അവന്റെ കണ്ണുകളുടെ സ്ഥാനം മാറിപ്പോയതും അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു. അവന്റെ ശരീരം ചൂടുപിടിക്കുന്നത് അവൻ അറിഞ്ഞു. ഭദ്രേ, അവൻ പ്രണയാർദ്രമായി അവളെ വിളിച്ചു. എന്തോ അവൾക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ വിളിയിൽ അവളിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അവന് മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്ന ചമ്മൽ കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. കുറച്ചു നേരം അവൻ ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിന്നുപോയി. മുഖത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ആ വെള്ളത്തുള്ളികളോട് പോലും അവൻ ഒരു നിമിഷം അസൂയ തോന്നിപ്പോയി. അവൻ എന്തൊക്കെയോ തോന്നി തുടങ്ങി. ആ കഴുത്തിലേക്ക് മുഖം ഒളിപ്പിക്കാൻ തോന്നി. ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ തോന്നി. പിന്നെ എന്തൊക്കെയോ തന്റെ മാറ്റങ്ങൾ അവൻ തിരിച്ചറിഞ്ഞതും ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുപോയി. അവൾ കണ്ണു തുറക്കുന്നില്ല എന്ന് തോന്നിയതും പോയി തുണി ഒടുക്കടി, അതൊരലർച്ചയായിരുന്നു. അവൾ പേടിച്ച് കണ്ണുകൾ തുറന്ന് അവനെ നോക്കുമ്പോൾ അവൻ താഴ്ന്നു വന്ന് അവളുടെ സാരി നിലത്ത് നിന്നെടുത്ത് അവളുടെ കാലിൽ പതിയെ ചുംബിച്ചുകൊണ്ട് ഉയർന്നു വന്ന് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ ഞെട്ടി അവനെ നോക്കി. പിന്നെ സാരിയുമായി ഒരു ഓട്ടമായിരുന്നു. അത് കാണെ അവനിൽ പുഞ്ചിരി മുട്ടിട്ടു. മുന്നിൽ കണ്ട കാഴ്ച അത്രയും മനോഹരമായിരുന്നു. ജയ് തലയൊന്ന് കുടഞ്ഞുപോയി. അത്യാവശ്യമായി പോവേണ്ടത് കൊണ്ടാ, അല്ലെങ്കിൽ ആറ്റുനോറ്റിരുന്ന ആ ഫസ്റ്റ് നൈറ്റ് ഞാൻ ഇപ്പൊ തന്നെ നടത്തിയേനെ. രാവിലെ തന്നെ മനുഷ്യന്റെ കൺട്രോൾ കളയാൻ ഇറങ്ങിക്കോളും. ഒരു തരത്തിൽ പിടിച്ചു നിൽക്കുക. ഇപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയേനെ. പക്ഷെ അവളുടെ ഭയം ഒന്നുകൊണ്ട് തന്നെയാണ് അവളിൽ നിന്ന് പിന്മാറിയത്. അല്ലെങ്കിൽ അവൻ ശ്വാസം ഒന്ന് നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കണ്ട കാഴ്ചകൾ അവനെ അത്രയും ഭ്രാന്തമാക്കിയിരുന്നു. അവളുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. സാരി ഉടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ മുടികെട്ടുന്ന ജയാണ് അവൾ കണ്ടത്. ഹാ, നീ ഇറങ്ങിയോ? എങ്കിൽ ഈ വാച്ചൊക്കെ ഒന്ന് കെട്ടിത്തന്നെ, ഇതൊക്കെ ഭാര്യ ചെയ്യേണ്ടതല്ലേ, അവൻ കുറുമ്പോടെ പറഞ്ഞു. നീ ഇങ്ങനെ മാറി നിന്ന് എങ്ങനെ പെണ്ണെ കാര്യങ്ങളൊക്കെ? അവനൊരു താളത്തിൽ പറയുമ്പോൾ വായും പൊളിച്ച് അവനെ നോക്കി നിന്നുപോയി പെണ്ണ്. ഷർട്ടിന്റെ ബട്ടൺ ഇടണം, പിന്നെ എൻ്റെ ഹെയർ ഒക്കെ റെഡിയാക്കി കെട്ടിത്തരണം, എൻ്റെ ചെയിനൊക്കെ ഇട്ട് തരണം. ഇതൊക്കെ നിന്റെ പണിയാണ് ഭാര്യയെ. നാളെ മുതൽ ഇതൊക്കെ ചെയ്തോണം, പറഞ്ഞേക്കാം. അവളുടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ വായും പൊളിച്ച് നിൽക്കുന്ന ആ നിൽപ്പ് കണ്ട് അവന് ചിരി വന്നെങ്കിലും എന്താ എന്ന പോലെ പുരുകം ഉയർത്തി കാണിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമലനക്കി. കണ്ണാടിക്ക് മുന്നിലായി വന്നു നിന്നുകൊണ്ട് അവന്റെ ഒരു കൈയിൽ ബ്രേസ്ലെറ്റും മറുകൈ വാച്ചിടാൻ പോയതും കുഞ്ഞാ വാച്ച് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണാടിക്ക് മുന്നിലിരുന്ന ഇടിവള കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു. അവൾ സംശയത്തോടെ അവനെ നോക്കിക്കൊണ്ട് ഇടിവള മറുകൈയിൽ ഇട്ടുകൊടുത്തു. എന്തോ എവിടെയോ ചീഞ്ഞു നാറുന്ന പോലെ അവൾ ഒരർത്ഥം വെച്ച് പറഞ്ഞു. അവൻ അവളെ അമ്പടി കേമി കണ്ടുപിടിച്ചല്ലോ എന്നർത്ഥത്തിൽ നോക്കുന്നുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒരുങ്ങാൻ തുടങ്ങി. കണ്ണാടിയിലൂടെ കാണുന്ന അവളുടെ പ്രതിബിംബത്തെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. സാരിക്കിടയിലൂടെ കാണുന്ന അവളുടെ ഇടുപ്പിലേക്ക് കണ്ണുകൾ പോയതും ഒരു വേള അവന്റെ കുഞ്ഞിക്കണ്ണുകൾ തിളങ്ങിപ്പോയി. അവനൊരു കുസൃതി തോന്നി. പെട്ടെന്ന് അവളെ പിറകിൽ നിന്ന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ താടി ഊന്നിക്കൊണ്ട് സാരി വകഞ്ഞു മാറ്റി അവളുടെ ഇടുപ്പിൽ ഒന്ന് പിച്ചി. ആ, എന്തോ ഏട്ടാ!
ഈ അടുത്തിടെയായിട്ട് കുറച്ച് കൂടി വരുന്നുണ്ട് കേട്ടോ. മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പറയുമ്പോൾ അവൻ പ്രണയത്തോടെ അവളുടെ കഴുത്തിൽ ഒന്ന് മുത്തി ഇടുപ്പ് ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. സോറി ബേബി, കൺട്രോൾ കിട്ടണ്ടേ. അവന്റെ കണ്ണുകളിൽ കാണുന്ന കത്തുന്ന പ്രണയത്തെ താങ്ങാൻ കഴിയാതെ അവൾ മുഖം കുനിച്ചു കളഞ്ഞു. അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് സിന്ദൂരച്ചെപ്പിൽ നിന്ന് ഒരു നുള്ളെടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചാർത്തി കൊടുത്തു. പെട്ടെന്ന് റെഡിയെ താഴേക്ക് വാ പെണ്ണെ, ഇനി ഞാനിവിടെ നിന്നാൽ അത് ശരിയാകില്ല, ഞാൻ താഴെ കാണും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ ഒന്നുകൂടി മുത്തിക്കൊണ്ട് അവൻ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു. അവളുടെ കവിളുകളിൽ ചുവപ്പ് പടർന്നിരുന്നു. ആ നിമിഷം അവൾ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വന്നതും അവൻ അവളെ തന്നെ നോക്കി നിന്നുപോയി. അത്രയും സുന്ദരിയായിരുന്നു അവൾ ആ നിമിഷം. അവർ വാതിലടച്ച് പുറത്തേക്ക് ഇറങ്ങി. കാറിൽ അവർ മുന്നോട്ട് പോകുമ്പോഴും അവന്റെ കണ്ണുകൾ അനുസരണയില്ലാതെ അവളിൽ ഒഴുകി നടന്നു. അവൾ അത് കണ്ടെങ്കിലും കാണാത്ത പോലെ മിഴികൾ പുറത്തേക്ക് ചലിപ്പിച്ചു. കാറിൽ ആ നിമിഷം അവർക്കായി ആ പ്രണയഗാനം കേൾക്കാമായിരുന്നു. അവളെ ആദ്യമായി കണ്ട നിമിഷം അവന്റെ താറിൽ നിന്ന് ഉതിർന്ന അതേ പ്രണയഗാനം. എവിടേക്കാണ് പോകുന്നതെന്ന് പറയാത്തത് കൊണ്ട് തന്നെ അവളിൽ ഒരു നേരിയ പരിഭവം മുട്ടിട്ടു. മുഖം വീർപ്പിച്ചിരിക്കുകയാണ് പെണ്ണ്. അവന്റെ കാർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ മുന്നിലായി വന്നു നിന്നു. അവൾ സംശയത്തോടെ അവനെ നോക്കി നിന്നു. ആ നിമിഷം ഉള്ളിലൊരു നേരിയ ഭയം രൂപം കൊണ്ടു. പക്ഷെ അവന്റെ മുഖത്ത് പ്രത്യേകിച്ച് പേടിക്കേണ്ടതായ ഒരു ഭാവവും അവൾ കണ്ടില്ല. ഇറങ്ങ പെണ്ണെ, നീ പേടിക്കുന്ന പോലെ നമ്മൾ ആരെയും കാണാൻ വന്നതല്ല, ആർക്കും ഒരു കുഴപ്പവുമില്ല, പോരെ. അവളുടെ മനസ്സിൽ മനസ്സിലാക്കിയെന്ന പോലെ അവൻ പറയുമ്പോൾ അവളിൽ ആശ്വാസത്തിന്റെ പുഞ്ചിരി മുട്ടിട്ടു. എങ്കിലും വന്നതെന്തിനാണെന്നറിയാതെ സംശയത്തോടെ അവനെ നോക്കുന്നുണ്ട്. അതിന്റെ കണ്ണ് ചിമ്മി കാണിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിരുന്നു. അവളെ പിന്നാലെ ഇറങ്ങി. അവർ വന്നത് ന്യൂറോ സർജനെ കാണാനായിരുന്നു. അവർ വന്ന ടൈമിൽ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്തതിനാൽ അടുത്തതായി അവർ കയറി.